ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈദൊക്കെ കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈദ് വ്ളോഗ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി ടൈം കിട്ടിയത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ ലേറ്റായിപ്പോയി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാണെന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകും. ഗുഡ് മോർണിംഗ് ഗൈസ്. ഈദ് മുബാറക്. ഈദ് മുബാറക്. രാവിലെ എണീറ്റ് എൻ്റെ ഫ്രഷ് ആവലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് താഴെ പോയി നമ്മൾ ചായ പരിപാടി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഷാനെ വിളിക്കാൻ വന്നു. പള്ളി പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം വന്ന ഗ്യാപ്പിൽ ഞാനിതാ നെക്സ്റ്റ് ഡ്രസ്സും മാറ്റിയിട്ടുണ്ട്. 2 ഡ്രസ്സ് ഏതായാലും വാങ്ങിച്ചല്ലേ, 2-3 അപ്പം എന്തായാലും ഒന്ന് മാറ്റി അടുത്ത വീഡിയോസിന് വേണ്ടി കണ്ടുണ്ടാക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒന്ന് ക്ലീനിങ് പരിപാടി. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. നമ്മൾ മൈലാഞ്ചി ഇട്ടുകൊണ്ട് വേറെ ബെഡ്ഷീറ്റ് എക്സ്ട്രാ വിരിച്ചിട്ടുണ്ട്. വരയ്ക്കാന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ തപ്പിപ്പഴുണ്ടെന്ന് വോയിസ് ഓവർ ചെയ്യുമ്പോൾ. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മൈലാഞ്ചിയൊക്കെ കുഴപ്പമില്ലാത്ത ചോന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴാണ് ഒന്നും കൂടി ഒന്ന് കളർ വെക്കുക. മൈലാഞ്ചിയൊക്കെ ഇട്ട സ്ഥിതിക്ക് മൈലാഞ്ചി എന്തായാലും നൈറ്റ് കിടക്കുമ്പോൾ ബെഡിൽ കൊഴിയും. അപ്പോൾ അത് ബെഡ്ഷീറ്റിലാവാതിരിക്കാൻ നമുക്ക് ഈസി ആൻഡ് മെത്തേഡ് പണിയാണ്. ഒരു ബെഡ്ഷീറ്റും കൂടി മേലെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് പുറത്ത് കൊണ്ടുപോയി തട്ടിയാൽ മതി. അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കലും പരിപാടിയൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചേരിയിട്ടു. കാരണം നിലത്തൊക്കെ മൈലാഞ്ചിൻ്റെ ആയിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ തിരക്കായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. പിന്നെ ഉള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷായി വന്ന് കഴിഞ്ഞ് പെട്ടെന്ന് പള്ളിയിൽ പോയിക്കോളും. അപ്പം അതൊക്കെയായിരുന്നു രാവിലത്തെ കുറച്ച് ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ. രാവിലെ പിന്നെ ഞാൻ എണീറ്റു ഒന്ന് കിച്ചണിൽ പോയി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എങ്ങനെ ആയാലും രാവിലെ കുറച്ച് ബിസി ഉണ്ടാവും. അതാണ് പൊതുവേ ഈ ഡെയിലി വ്ളോഗ്സിലും ഒക്കെ രാവിലത്തെ കാര്യങ്ങൾ കാണിക്കാൻ പറ്റാതെ. കാരണം പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ താളം തെറ്റും. അപ്പം അതൊക്കെ ഒരു പ്ലാനിങ്ങോട് കൂടി ഇങ്ങനെ പോകണമല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസും കൂടി എടുക്കുമ്പോൾ കുറച്ചും കൂടി ലാഗാവും. വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ പൊതുവേ ലാഗാവലുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിയുന്നതും വീഡിയോസ് എടുക്കാൻ ഒഴിവാക്കലാണ്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയതിന് ശേഷം ആ ഗ്യാപ്പിൽ നമ്മളെ പണികൾ കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കണം. പിന്നെ രാവിലെ തന്നെ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഉച്ചക്കത്തേക്കുള്ള ചിക്കൻ ലഗോൺ ബിരിയാണി. അപ്പം ഇന്നലെ രാത്രി തന്നെ ഞാൻ ഫുള്ളും സെറ്റ് ചെയ്ത് അരിഞ്ഞ് വെക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് രാവിലെ വലിയ ബുദ്ധിമുട്ടില്ല. അതൊന്നും മിക്സ് ചെയ്ത് കണ്ട് അങ്ങോട്ട് അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഫ്രഷൊക്കെ ആയി പള്ളിയിൽ പോകാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പണികളൊക്കെ തീർത്ത് വന്ന് നോക്കിയപ്പോൾ ചിക്കൻ ബിരിയാണിക്കുള്ള സംഭവം ഇവിടെ സെറ്റായി വന്നു. പിന്നെ എല്ലാവരും പള്ളിയിൽ പോകുന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് പിന്നെ അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇനി പണിയൊന്നുമില്ല. ബിരിയാണി അടുപ്പത്തായിക്കോളും. ബാക്കി ഇനി വേറെ പണികളൊന്നുമില്ലല്ലോ, സെറ്റ് ചെയ്ത് വെച്ച്. അപ്പം എല്ലാവരും ഒന്ന് പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങളിതാ ഫ്രീ ആയിരുന്നു. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലേ. എവിടെയും പോകാമെന്നുള്ള നമ്മൾ ഈവനിങ് പോകാമെന്നുള്ള പ്ലാനിലേനി. അപ്പം വന്ന് നല്ല കിടന്നുറങ്ങി. കാരണം ഇന്നലെ നൈറ്റ് തലേന്ന് പെരുന്നാരാവിന് 4:30 എങ്ങാനാണ് വന്നത്. അപ്പം ഞാൻ അറിഞ്ഞിട്ടില്ല എപ്പോഴാണ് വന്നത് എന്നുള്ളത്. നല്ല ലേറ്റായിട്ടാണ് വന്നത്. അപ്പം പള്ളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഉറക്കം അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം ഫുള്ള് അവതാളത്തിലാവും. അതിനെക്കൊണ്ട് ആ ഉറങ്ങുന്നയാളെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ പോയിട്ടില്ല. ഞാൻ വെറുതെ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞളിച്ചു. പിന്നെ ഉച്ചക്കായപ്പം ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് മാംഗോവും കൂടി കട്ട് ചെയ്തിടാനുള്ളായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ പണി നോക്കി. അവിടെ TV ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കട്ടിങ് പരിപാടികളൊക്കെ ചെയ്ത് വെച്ചു. ഫ്രൂട്ട്സ് വേറൊക്കെ കട്ട് ചെയ്ത് ഓൾറെഡി അതിൽ മിക്സ് ചെയ്ത് വെച്ച് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കസ്റ്റാർഡ് പുഡിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഒരു 3-4 സ്ഥലത്തുനിന്ന് നമ്മൾ കസ്റ്റാർഡ് പുഡിങ് കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റുള്ള ഇങ്ങനെ എല്ലാ ഇതും കൂടി ഫ്രൂട്ട്സ് മിക്സ്ഡ്
അങ്ങനത്തെ ഇഷ്ടമാണ്. അല്ലാണ്ട് വേറെ മറ്റേ പുഡിങ് ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ ഫ്രൂട്ട്സ് മിക്സ് വരുന്ന സംഭവമായതുകൊണ്ട് പിന്നെ അത് കഴിക്കും. അതിൻ്റെ കൂടെ ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടിയല്ല. ഞാനിത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ ഷാൽക്കാക്ക അവിടെ ഇരുന്ന് കണ്ട് ഒരു ഫിലിം കാണുമായിരുന്നു, സുലൈഖ മനസ്സിൽ. അപ്പം ഞാൻ പകുതി വെച്ച് എൻ്റെ പണിയൊക്കെ തീർത്ത് ഇങ്ങനെ വന്നപ്പം പിന്നെ ലാപ്പിലിരുന്ന് ബാക്കിയുള്ള കണ്ടൊക്കെ തീർത്തു. പിന്നെ 4-4:30 ഒക്കെ ആയപ്പം ഞങ്ങൾ ഫ്രഷായി, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി ഒന്ന് പുറത്ത് പോകണം, ഒന്ന് ആൻറ്റിമാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് അതൊക്കെയായിരുന്നു പിന്നെ ഈവനിങ് പരിപാടി. അപ്പം അതിന് നമുക്ക് പോകാം. പിന്നെ കുറച്ച് ഫോട്ടോസ്, അതാണല്ലോ മെയിൻ. ഇപ്രാവശ്യം നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിരുന്നു കേട്ടോ. ഞങ്ങളൊന്ന് ടൗണിൽ പോയപ്പം പിന്നെ അവിടുന്ന് നല്ല ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ആയപ്പം അവിടെ നല്ല അടിപൊളി നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിനി. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഷോർട്സൊക്കെ കണ്ടവർക്ക് അറിയാൻ മതിയാവും, വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ കുറേ പേര് നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പോലും തീരെ ലൈക്ക് ചെയ്യില്ല, ചിലർ സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്തേ. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തിയത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളിതാ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി ഇറങ്ങി നമ്മൾ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ ഇതേമാതിരി കസ്റ്റാർഡ് പുഡിങ്ങിന് പിന്നെ രണ്ട് പ്രാവശ്യം ഓൾറെഡി കഴിച്ച് കഴിഞ്ഞു. പിന്നെ നൈറ്റ് എൻ്റെ വീട്ടിൽ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ലാവിഷായിട്ട് കഴിച്ചിട്ടുണ്ട്. ചെറിയ പാത്രമാക്കാൻ നിന്നില്ലേ, വലിയ പാത്രത്തിൽ തന്നെ തിന്നിരുന്നു. ഇന്ന് ഫുള്ള് വഴിവയ്പ്പാണ്, അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറല്ലേ. പിന്നെ അവിടുന്ന് പിന്നെ അയ്യൂബ് കാക്കൻ്റെ അടുത്ത് പോയിരുന്നു. നമ്മൾ അയ്യൂബ് കാക്കനെ ആയിഷൊന്ന് കാണാൻ പോയി. ഇതൊക്കെ അല്ലേ, അപ്പം ഓരോന്ന് കാണാൻ പോയി. അവിടുന്ന് തന്നെ കുറച്ച് നേരം ഇന്ന് വർത്താനൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിതാ ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോവാം. ബീച്ചിലേക്കല്ല, അവിടെ എവിടെയെങ്കിലും ഒരു കഫേ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള നല്ലൊരു കഫേ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുക, നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ള പ്ലാനിൽ ഒന്ന് ടൗണിൽ പോയതായിരുന്നു. ബീച്ചിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആ ബട്രോഡല്ലല്ലോ, ഈ ബീച്ചിന് എന്താ പറയുക, എന്തേനി ഈ ബീച്ചിൻ്റെ പേര്? ആ ബീച്ചിൻ്റെ പേര് എന്തേനി? അത് കോതിപ്പാലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സൈഡല്ലോ അവിടെ വരുന്ന ബീച്ച്. എന്താ പ്രത്യേകിച്ച് പേരെന്തേണ്ടോ? ഇടിയാങ്ങര ഭാഗമാണത്, പേര് പ്രത്യേകിച്ച് അതിൻ്റെ ശേഷമാണ് സൗത്ത് ബീച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ബീച്ച് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റിലാണൊന്ന് മഴ പെയ്തത്. അതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല കിടിലൻ സ്കൈ ഒക്കെ ആയതുകൊണ്ട് അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ അറ്റ്മോസ്ഫിയറിലാണ് പോയത്. അവിടുത്തെ പിന്നെ ആംബിയൻസിൻ്റെ കാര്യം പറയുകയും വേണ്ടല്ലോ, കിടിലൻ ആംബിയൻസാണ്. മിക്ക ആൾക്കാരും ഫോട്ടോസ് എടുക്കാൻ മാത്രം അവിടെ വരുന്ന ആൾക്കാരുണ്ട്. അവിടെ ഓൾറെഡി ഷാൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ കുറേ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്ന. അതിന് ശേഷം ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് ഷോർട്സും കാര്യങ്ങളൊക്കെ മിക്ക ആൾക്കാർ കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, ഒന്ന് കണ്ടു നോക്കി എങ്ങനെയുണ്ട് വീഡിയോസ് എന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ. പിന്നെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഡ്രസ്സ് എല്ലാ പ്രാവശ്യവും നമ്മൾ ഒന്നെങ്കിൽ പാർട്ടി വെയർ ചുരിദാർ കാര്യങ്ങളാണ് എടുക്കൽ. ഇപ്പോൾ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കുക വിചാരിച്ചു. എല്ലാ പ്രാവശ്യം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് കല്യാണങ്ങൾക്കല്ലേ ഈ പാർട്ടി വെയർ ഇടാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഫംഗ്ഷനും അതേമാതിരി നോർമലായിട്ടൊന്ന് പുറത്ത് പോകണേനൊന്നും കഴിയലില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു. അങ്ങനെ ഫോട്ടോ സെക്ഷനും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ ഓർഡർ ചെയ്തത് ഓരോന്നോരോന്നായി ഇങ്ങനെ വരാൻ തുടങ്ങി. കോഫി ഉണ്ടായിരുന്നു, പിന്നെ മൊഹിത്തോ ഉണ്ടായിരുന്നു, പിന്നെ ക്യാപ്പച്ചിനോ. പിന്നെ ആംബിയൻസിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ബീച്ച് സൈഡ് വ്യൂ ഒക്കെ നോക്കി പോകുന്നവരും നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ടും കൂടിയാണ്. അതേമാതിരി കഫേസൊക്കെ നല്ല തപ്പി നടക്കില്ല, കിടിലൻ ഫുഡൊക്കെ തപ്പി നടക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അവിടെ നിന്ന് ഇതേമാതിരി പാസ്ത, പിന്നെ അതേമാതിരി ചിക്കൻ പോക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട്
ചിക്കൻ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ എല്ലാവരും കുറേ വർത്താനം പറഞ്ഞു. വൈകുന്നേരം 5-5:30 ആയപ്പോഴാണ് അവിടെ കയറിയത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 9 മണിയായിട്ടുണ്ട്. കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് അങ്ങോട്ടിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് പോയത്. ഇവിടെ കാര്യമായിട്ട് എന്തോ അന്താരാഷ്ട്ര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കാര്യമായിട്ട് എന്തൊക്കെയോ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നും താഴെ ഇറങ്ങിയതിൻ്റെ ശേഷം വീണ്ടും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ തിരിച്ചു എൻ്റെ വീട്ടിലേക്ക്. അപ്പം പിന്നെ പെരുന്നാളായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ, വീട്ടിൽ പോകണം എന്നാണല്ലോ. അവിടെ ചെന്നപ്പോൾ നല്ല കിടിലൻ മന്തി ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് നാടൻ കോഴി പൊരിച്ചതുണ്ടായിരുന്നു. നല്ല ഫൈനായിട്ട് പൊരിച്ചെടുത്തതല്ല, ഒരു ഗ്രേവി ടൈപ്പിൽ പൊരിച്ചെടുത്തതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മളുടെ കസ്റ്റാർഡും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ തീർത്തതിന് ശേഷം കിടന്നുറങ്ങി. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളുടെ ഈ പ്രാവശ്യത്തെ ബലി പെരുന്നാൾ അല്ലെങ്കിൽ ഈദ് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങളത് എങ്ങനെയായിരുന്നു നോക്കുന്നു ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ എല്ലാവരും പെരുന്നാൾ ഉഷാറൊക്കെ ആയിട്ട് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നല്ല നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.